മടവൂർ ശൈഖുനാന്റെ പേരിലുള്ള ഭക്ഷണം അത് നേർച്ച ഭക്ഷണമാണ്. ആ നേർച്ചയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു മരുന്നാണ്. നമ്മൾ ആമാശയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു മരുന്നാണ് നേർച്ച ഭക്ഷണം. അള്ളാഹു ആ നിലക്ക് ആക്കി തരട്ടെ. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. നേർച്ചന്റെ ഭക്ഷണത്തിലേക്ക് പൊരുത്തല്ലാത്ത പൈസ കൊടുക്കരുത് ആരും. അതൊരു വല്ലാത്ത സംഗതിയാണ്. എന്തുകൊണ്ട്? നമ്മളെ വീട്ടിൽ ഭക്ഷണം ഇല്ലേറ്റ ആര് പേർക്കാ ഇപ്പം ഭക്ഷണം ഇല്ലാണ്ട് പട്ടിണിയുള്ളത്? പിന്നെ നമ്മളൊരു നേർച്ചന്റെ ചോറിൽ ഇത്ര കാത്തു നിൽക്കണത് എന്തുകൊണ്ടാ? അത് ഔലിയാക്കന്മാരെ പേരുള്ള ഭക്ഷണം. അതൊരു പൊരുത്തപ്പെട്ടതേ കൊടുക്കാവൂ. എങ്ങനെയെങ്കിലും ചെലവാകാത്ത പൈസ അല്ലേ ഇതിലേക്ക് കൊടുക്കാനല്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നല്ല മുന്തിയ സാധനം, മനസ്സുകൊണ്ട് മുന്തിയത് എന്നാ ഞാൻ പറഞ്ഞത്. തൃപ്തിപ്പെട്ടത് കൊടുക്കണം നമ്മൾ. അള്ളാഹു ഖൈറ് തരട്ടെ. നല്ല തൃപ്തിപ്പെട്ട ഭക്ഷണമാണ് നേർച്ചന്റെ ഭക്ഷണം. മടവൂർ ശൈഖുനാന്റെ അവിടെ മടവൂര് നടത്തുന്ന ഭക്ഷണം ഞാൻ ബാംഗ്ലൂർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട്. ബസ് വന്നപ്പം അതിൽ ഭക്ഷണം കൊടുത്തയച്ചു. മൈസൂരിൽ ചെന്നപ്പോൾ അവിടെ ബസ്സിന് ചെന്നപ്പോൾ ആരാ ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? ആരാ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ CM ഇബ്രാഹിമിന്. അയാളാരാ CM ഇബ്രാഹിം? അയാൾ ഇവിടുത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രിയായ ആളാണ്, കേന്ദ്രമന്ത്രി, കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ആയ ആളാണ്. മൂപ്പരും ആഗ്രഹിക്കാണ് മടവൂർ ശൈഖുനാന്റെ ഒരു പൊതി ഭക്ഷണം ഇല്ലായിട്ടാ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ആസ്തി ഇല്ല ആളല്ലേ. അങ്ങനെ എത്ര ആള്. അപ്പൊ ഈ നേർച്ച ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ രോഗത്തിനൊരു ശിഫയാണ്, നമ്മുടെ ഈമാനൊരു വർധനവാണ്. റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിന്റെ മുറ്റത്ത് ഒരു ഉമ്മ ഇരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ആ ഉമ്മ വന്നിരിക്കും. എന്നിട്ട് ആ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സൈസ് എന്തായാലും പറയാം നമ്മള്, ഒരു സൈസ് ലേഹം എന്ന് പറയാ. സ്വഹാബാക്കളിൽ പലരും അവര് പറയും വെള്ളിയാഴ്ച ആകാൻ വേണ്ടി പൂതിയാണ് ഞങ്ങൾക്ക്. എന്തിന്? ആ ഉമ്മാമാന്റെ ഇത് കഴിക്കാൻ. ഇതെല്ലാം പണ്ട് കാലം മുതൽക്കേ നിലനിൽക്കുന്ന സംഗതിയാണ്.